1980 കാലഘട്ടത്തിൽ കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു സംഭവത്തിന് ആസ്പദമാക്കിക്കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു തമിഴ് ഫിലിമാണ് റെബൽ എന്ന് പറയുന്നത്. പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് GV പ്രകാശ് കുമാർ, മമിത ബൈജു തുടങ്ങിയവരൊക്കെയാണ്. മമിത ബൈജുവിൻ്റെ ആദ്യത്തെ ഒരു തമിഴ് സിനിമ കൂടിയാണിത്. സോ സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് മൂവിയായിട്ടാണ് സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഒരു നടന്നൊരു സംഭവത്തെ ആസ്പദമാക്കി ചെയ്യുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണക്ട് ആവേണ്ടതുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ എന്താ പറയുക സംതിങ് അതൊരു നമുക്ക് ശരിക്കും ഫീൽ ചെയ്യണം റിയലായിട്ട് നടന്ന കാര്യമാണെന്നുള്ളത്. പക്ഷേ അതിന് ഒന്നും പറ്റാത്ത തരത്തിലാണ് സിനിമ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി സിനിമയെ പറ്റി തോന്നിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് സിനിമയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പ്ലോട്ടിൽ നിന്ന് തുടങ്ങാം. 1980 കാലഘട്ടത്തിൽ നടന്നൊരു സംഭവത്തെ ബേസ് ചെയ്തായതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിലെ തമിഴ് വിദ്യാർത്ഥികൾ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലോട്ട് പഠിക്കാൻ വരുന്നത് സ്വാഭാവികമായിരുന്നു. സോ അതിന് വേണ്ടിയിട്ട് അവർ പാലക്കാടിലെ ചിറ്റൂർ ഗവൺമെൻറ് കോളേജിലാണ് പഠിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ തമിഴ് വിദ്യാർത്ഥികളെ അവർ പ്രത്യേകമായിട്ട് മാറ്റി നിർത്തി അവരെ അവഗണിക്കുകയും അവർക്കെതിരെയുള്ള ക്രൂരമർദ്ദനങ്ങളും കാര്യങ്ങളും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് എസ്പെഷ്യലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള 2 പൊളിറ്റിക്കൽ പാർട്ടീസാണ്. അതായത് വിദ്യാർത്ഥി സംഘടനകൾ തന്നെ KSQ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടന, അതുപോലെ തന്നെ SFY എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനകളും കാര്യങ്ങളും ഇവർക്കെതിരെയുള്ള അട്രോസിറ്റീസ് കാര്യങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോവുകയാണ്. ഒരു സാഹചര്യത്തിൽ ഈ തമിഴ് വിദ്യാർത്ഥി സംഘങ്ങൾ ഇതിനെതിരെ തിരിച്ചടിക്കുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു നടന്ന സംഭവം ആയതുകൊണ്ട് തന്നെ അത് മേക്ക് ചെയ്യുമ്പോൾ നമുക്കത് റിലേറ്റ് ചെയ്യാനും കണക്ട് ചെയ്യാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഭവമായിരിക്കണം. പക്ഷെ അതിൽ ഒരുപാട് പാളിച്ചകൾ സിനിമയിൽ പറ്റിയിട്ടുണ്ട്. സോ നമുക്ക് പോസിറ്റീവ്സിൽ നിന്ന് പറഞ്ഞിട്ട് അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാമെന്നുള്ളതാണ് തോന്നുന്നത്. പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ സിനിമയിൽ ഇൻ്റർവെൽ ബ്ലോക്ക് കൊള്ളാം എന്നുള്ള രീതിയിൽ തോന്നിയിരുന്നു. ഗംഭീരം എന്നൊന്നല്ല, അത് മൊത്തം സിനിമയുടെ ടോട്ടലിൽ നോക്കുമ്പോൾ ഇൻ്റർവെൽ ബ്ലോക്കാണ് കുറച്ചെങ്കിലും നമുക്കൊന്ന് കുഴപ്പമില്ലല്ലോ എന്ന് തോന്നുന്ന രീതിയിൽ കാണാനായിട്ട് സാധിച്ചതിന് എസ്പെഷ്യലി സിനിമോട്ടോഗ്രാഫി ആൻഡ് ആക്ഷൻ അത് 2 നല്ല രസകരമായിട്ട് വന്നതുകൊണ്ടാണ് അത് ഭംഗിയായിട്ട് വന്നെന്നുള്ളതാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. സിനിമോട്ടോഗ്രാഫി ബൈ അനിൽ രാധാകൃഷ്ണൻ ആൻഡ് ആക്ഷൻ ഡൺ ബൈ ശക്തി ശരവണൻ, ഇത് 2ഉം നല്ല രീതിയിൽ തന്നെ വന്നതുകൊണ്ട് തന്നെ അതൊരു ഇമ്പാക്ട്ഫുൾ സീനായിട്ട് തന്നെ കുറച്ചെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. സിനിമയിലോട്ട് സത്യത്തിൽ നമ്മൾ ഇന്നാവുന്നത് ആ ഒരു ഇൻ്റർവെൽ ബ്ലോക്കോട് കൂടിയിട്ടായിരുന്നു. പക്ഷേ ഇൻ്റർവെൽ ബ്ലോക്കിന് ശേഷം പിന്നെ സിനിമ പഴയ ഒരു അവസ്ഥയിൽ തന്നെയാണ് പോകുന്നുണ്ടായിരുന്നത്. പിന്നെ സിനിമയിലേക്ക് പെർഫോമൻസിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. വെങ്കടേഷ് VP ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വില്ലൻ കഥാപാത്രമായിരുന്നു. KSQ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ ചെയർമാനായിട്ട് വന്നിരിക്കുന്ന ആ ഒരു പുള്ളിക്കാരൻ്റെ അഭിനയം കിടിലനായിട്ടുണ്ടായിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ലൊരു വില്ലനിസം നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു റോള് കാര്യങ്ങളൊക്കെ. സോ ഇത്ര മാത്രമാണ് എനിക്ക് സിനിമയിൽ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചെങ്കിലും അത് കൊള്ളാം എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത്. അതർവൈസ് ബാക്കിയൊന്നും എനിക്ക് അത്രയ്ക്കധികം അങ്ങോട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് നെഗറ്റീവ്സ് അല്ലെങ്കിൽ സിനിമയിലോട്ട് ബാക്കിലോട്ട് വലിച്ചിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി സിനിമയിൽ ഡബ് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങൾ പല സമയത്തും പല ഡബ്ബിങ്സ് അങ്ങോട്ട് സിങ്കായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. ഇതിൽ മലയാളത്തിലുള്ള ഒരുപാട് നടന്മാരിൽ അഭിനയിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് കൊടുത്തിരിക്കുന്ന ഡബ്ബിങ് പോലും കറക്റ്റായിട്ടുണ്ടായിരുന്നില്ല. ഈവൻ മമിത ബൈജു തന്നെയല്ല ഡബ് ചെയ്തിരിക്കുന്നത്, വേറെ ആരോ ആണ്. അപ്പോൾ അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങൾ സിനിമയിലുണ്ടായിരുന്നു. ഈ ഒരു പ്ലോട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സംഭവം നല്ല ഒരു കോൺസെപ്റ്റാണ്, നല്ല രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കിടിലനാവും. നമ്മൾ ജയ് ഭീം എന്ന് പറഞ്ഞ സിനിമ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല ഇവർ എടുത്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് കൊമേഴ്ഷ്യലൈസ് ചെയ്ത പരിപാടി ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കണക്റ്റ് ആവാതെ പോയി. മാത്രമല്ല കുറച്ച് ഹീറോ സെൻട്രിക്കായി, ഹീറോനെ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത പോലെ ചില സമയത്തൊക്കെ തോന്നിയിരുന്നു. സബ്ജക്റ്റിന് അല്ലെങ്കിൽ ആ ഒരു പ്ലോട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഹീറോന് കുറച്ച് ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്തൊക്കെ പോലെ തോന്നിയിരുന്നു. പിന്നെ ഒരുപാട് ഇല്ലോജിക്കൽ സീൻസ്, നമുക്ക് പല സീൻസ് നടക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു, ഇതൊക്കെ നടക്കും, അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് ഇവരിങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഇത് ശരിക്കും നടക്കാനായിട്ടുള്ള സാധ്യതകളുണ്ടോ എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലോട്ട് വരുന്ന തരത്തിലുള്ള ഒരുപാട് ഇല്ലോജിക്കൽ സീൻസ് കാര്യങ്ങളുണ്ട്. ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ ക്ലൈമാക്സിലെ ഒരുപാട് സീനുകൾ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞ് വരുമ്പോൾ അവിടെയും ഒരു ഇൻകംപ്ലീറ്റ്നെസ്സാണ് സത്യം പറയാൻ വെച്ചാൽ തോന്നുന്നുണ്ടായിരുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സിനിമയിൽ മൊത്തത്തിൽ അങ്ങനെ നമ്മൾ സിനിമ ഇങ്ങനെ കണ്ടിരിക്കാം, ക്ഷമയുണ്ട് എന്നുണ്ടെങ്കിൽ കണ്ടിരിക്കാം എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. അങ്ങനെ കണ്ടിരിക്കാം എന്ന് മാത്രമേ എനിക്ക് സിനിമയെ പറ്റിയിട്ട് പറയാനായിട്ട് സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും നടന്നൊരു സംഭവം നമുക്ക് മനസ്സിലാവും ഇങ്ങനെ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ അന്ന കാലം നടന്നിട്ടുള്ള ആ ഒരു ഇഷ്യൂസിൻ്റെ ആ ഒരു ക്രൂരത അല്ലെങ്കിൽ ആ ഒരു വയലൻസ് അല്ലെങ്കിൽ ഇത് നടക്കാൻ പാടില്ലായിരുന്നു, ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലൊന്നും ഈ സിനിമയ്ക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലായിട്ട് സിനിമയെ പറ്റി തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക്കിനെ പറ്റി ഞാൻ പറയുന്നില്ല, എനിക്കതൊന്നും വർക്കൗട്ടായില്ല. മ്യൂസിക് ഒന്നും ഒരു തരത്തിലും രസകരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അവിടെ ഉണ്ടെന്നേ പറയാനായിട്ട് പറ്റുള്ളൂ. GV പ്രകാശ് കുമാർ തന്നെയാണ് ഇത് 2ഉം ചെയ്തിട്ടുള്ളത്. പക്ഷേ അതൊന്നും വർക്കൗട്ടായിട്ടുണ്ടായിരുന്നില്ല.
സോ ആകെ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സബ്ജക്റ്റും നല്ലൊരു പ്ലോട്ട് കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടുള്ള സിനിമയാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സബ്ജക്റ്റിനോട് ആ ഒരു പ്ലോട്ടിനോട് നീതി പുലർത്താൻ പറ്റാതെ പോയിട്ടുള്ളൊരു ഫിലിമായിട്ടാണ് റെബൽ എന്ന് പറഞ്ഞ മൂവി അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഇൻസിഡൻറ്റ് ഒരു തരത്തിലും നമുക്ക് കണക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് OTT-ലൊക്കെ വരുമ്പോൾ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടാൽ മതി എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലായിട്ട് പറയാനായിട്ടുള്ളത്. തിയേറ്ററിൽ വാച്ച് ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും പോയിട്ട് കാണാം. അതാണ് എനിക്ക് ഈ ഒരു സിനിമയെ പറ്റിയൊരു അഭിപ്രായം. ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജിൽ നിൽക്കുന്ന ഒരു മൂവിയായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. റിബൽ എന്ന് പറയുന്ന മൂവി നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.